ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചോറിനൊപ്പം സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിലേക്ക് നമുക്ക് 1, 2, 3 പൊട്ടറ്റോ ആണ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ടി കൂട്ടി എടുക്കണ്ട കേട്ടോ. കട്ടി കൂട്ടി എടുത്താൽ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു മാറ്റിയേക്കാം കേട്ടോ. ഇനി ചട്ടി ചൂടായ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തീ ഓഫാക്കി ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ വേഗം കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1 1.5 ചേർത്തെടുക്കുക കേട്ടോ. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ 1 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇപ്പം തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ മുളക് പൊടിയിട്ട് വഴറ്റുന്നത് കൊണ്ട് നമുക്ക് എരിവൊന്നും കൂടുതലുണ്ടാവില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ സമയം നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതീയിൽ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വെച്ചെടുക്കുക കേട്ടോ. പകുതി വേവാവുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മളിതിലൊട്ടും വെള്ളം ചേർക്കാതാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 സ്പൂണ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവള അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ഇനി അടച്ച് വെക്കത്ത് വേണ്ട കേട്ടോ. ഇതുകൂടി ഇട്ട് ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഇളക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങ കൂടി ഇട്ടാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി പൊട്ടറ്റോ ഫ്രൈഡ് റെഡിയായ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.